പ്രിയ കൂട്ടുകാരെ, ഇന്ന് ദുഃഖവെള്ളി പ്രമാണിച്ച് പള്ളിവാസലിൽ നിന്നും തൊട്ടു മുകളിൽ കാണുന്ന പുലിപ്പാറ എന്ന മല കയറുവാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആലുവ മൂന്നാർ റൂട്ടിൽ പള്ളിവാസലിന് തൊട്ടു മുകളിലായി ഇടതുഭാഗത്തേക്ക് കാണുന്ന ഈ റോഡിൽ കൂടി ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പുലിപ്പാറ മലയുടെ അടിവാരത്ത് എത്തിച്ചേരും. അവിടെ നിന്നും നമുക്ക് കാൽനടയായിട്ടാണ് പോകാൻ ഉള്ളത്. ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ പുലിപ്പാറ മലയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കുരിശിൻ്റെ ഒരു വിദൂര കാഴ്ച എനിക്ക് കാണുവാൻ സാധിച്ചു. നമുക്ക് അവിടേക്കാണ് പോകാനുള്ളത്. ഇവിടെ നിന്നും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ കുരിശ്. ഞാൻ പുലിപ്പാറ മലയുടെ അടിവാരത്ത് എത്തിച്ചേർന്നു. ഇനി ഇവിടെ നിന്നും മുകളിലേക്ക് കാൽനടയായിട്ട് വേണം യാത്ര ചെയ്യാൻ. ഇതിലെ വണ്ടികളൊന്നും പോവില്ല, അതുകൊണ്ട് എൻ്റെ ബൈക്കോട് ഒതുക്കി വെച്ചു. ഈ വഴിയിൽ കൂടി ഞാൻ മുകളിലേക്ക് കയറുവാൻ ആരംഭിച്ചു. കയറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ കയറ്റമൊന്നുമല്ല, നല്ല കുത്ത കയറ്റമാണ്. ശരിക്കും നമ്മൾ ഒരു മരത്തിലേക്ക് ഗോവണി ചാരി കയറുന്ന ഒരു പ്രതീതിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മൂന്നാറിൽ പൊതുവെ മഞ്ഞുവീഴ്ച കൂടുതലാണ്. മഞ്ഞു വീണ് കിടക്കുന്ന പ്രദേശമായതിനാൽ താഴ്വാരങ്ങളിലെ കാഴ്ചകൾ അത്ര വ്യക്തമായി കാണുവാൻ കഴിയുമായിരുന്നില്ല. മുൻപ് കയറിപ്പോയവരിൽ ഒരാൾ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അയാൾ തിരുവനന്തപുരത്ത് നിന്നും വന്നിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ താഴേക്കുള്ള കാഴ്ചകൾ അത്ര വ്യക്തമായി കാണുവാൻ കഴിയുമായിരുന്നില്ല.
മൂന്നാറിലെ ഏറ്റവും ഡേഞ്ചർ പ്രദേശമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് എത്രമാത്രം ചെരിവുണ്ട്, എത്രമാത്രം സ്ലോപ്പുണ്ട് എന്നൊന്നും പറയുവാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ഇത് അത്രമാത്രം ചെരിഞ്ഞു കിടക്കുന്ന ഒരു വലിയ പാറക്കെട്ടാണ്. മുകളിൽ നിന്നും കുറച്ചാളുകൾ കൂടി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. മൂന്നല്ല അതിൽ പോവോ? ആ പടി നേരം. അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പാടില്ലേ? ഞങ്ങൾ കയറുന്നില്ല, ഞങ്ങൾ ഇറങ്ങാം. മുകളിലേക്ക് എത്തിയില്ലേ നിങ്ങൾ? ഞങ്ങൾ മുകളിലേക്ക് എത്തി, കണ്ടു കഴിഞ്ഞ് പോകുന്നു. നിങ്ങൾ എവിടെയാണ്? സ്ഥലം എവിടെയാണ്? സ്ഥലം ആലപ്പുഴ. ആലപ്പുഴ. പേരെന്നാ? ജോൺസൺ. ജോൺസൺ. നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങൾ കമ്പനി? കമ്പനി ഞങ്ങൾ രണ്ടുപേര്. രണ്ടുപേരും കൂടെ ഉണ്ട്. ഒരാളും പിന്നെ ഒരു ഞങ്ങളുടെ കൂട്ടുകാരനും പിന്നെ അങ്കിളും. പൊക്കത്ത. ശരി, ഒരു ഹായ് പറഞ്ഞേരെ. ഹായ്. ഹായ് ഗൈസ്. പേര്? ജോൺസൺ. ജോൺസൺ. ഓക്കെ. മോൻ്റെ പേരെന്നാ? ആ ഓക്കെ, താങ്ക് യു. എനിക്ക് ഒരു കയറി പോകാൻ വടി തന്നിട്ടുണ്ട്. ഈ കേട്ടെ. പേര്? ഡാനി. ആലപ്പുഴ. ശരി, ഓക്കെ. വടി തന്നെ അവിടെ മൃഗങ്ങളും വല്ലതും ഉണ്ടോ? ഇത് ആലപ്പുഴയിൽ നിന്ന് സുഹൃത്തുക്കളാണ്. അവരെനിക്ക് ഒരു വടി തന്നിട്ടുണ്ട്. അതിന് കിട്ടിയ ഭാഗ്യമായി. കുത്തനെയുള്ള കയറ്റം കയറിയത് മൂലം എന്നെ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആലപ്പുഴയിൽ നിന്നും വന്ന സുഹൃത്തുക്കൾ തന്ന ഊന്നുവടി ഉപയോഗിച്ചാണ് പിന്നെയുള്ള എൻ്റെ യാത്ര. വളരെ അപകടം പിടിച്ചൊരു പ്രദേശമാണ്. ഇവിടെ എല്ലായിടവും വളരെ ഭീകരത നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. ഇതൊന്നും ആയിട്ടില്ല. ഇനി നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് കയറാനുണ്ട്.
നാലാമത്തെ കുരിശ്, 5-ാമത്തെ കുരിശ്. ഞാനിപ്പോൾ 3/4 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനിയും കയറ്റം തീർന്നിട്ടില്ല. മുകളിൽ നിന്നും വീണ്ടും കുറച്ചാളുകൾ നടന്നു വരുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? എവിടെ നിന്ന് വരുന്നു? ആലപ്പുഴ. മുമ്പ് 2 പേര് പോയിട്ടുണ്ടല്ലോ. അവരെ കൂട്ടുകാരാണോ? പേരെന്നാ? അലൻ. അടിമാലി. ഞാൻ അടിമാലി. നിങ്ങൾ അടിമാലിയാണോ? ഒറ്റയാണോ? ഞാൻ അടിമാലിയാണ്. താമസിച്ച് പോയി. ആൾക്കാരുണ്ടായിരുന്നല്ലേ? ആ, ആലപ്പുഴ. പറവൂര്. പേര്? ഈസൻ. ആ. 2-3 സുഹൃത്തുക്കൾ കൂടി താഴേക്കിറങ്ങി. അവർ ആലപ്പുഴയിൽ നിന്നും പറവൂരിൽ നിന്നും എത്തിയവരായിരുന്നു. ഇനിയും മുകളിൽ 3-4 പേര് കൂടി അവശേഷിക്കുന്നുണ്ട്. പറവൂര്? ഇരിങ്ങാലക്കുട. ഇവിടെ ആദ്യമായിട്ട് വന്നാണോ? അതെയോ? ഞാൻ ആദ്യമായിട്ടാ. ഞാൻ അടിമാലിയാണ്, പക്ഷെ ആദ്യമായിട്ടാ. എവിടുത്തേരാ നിങ്ങൾ? അല്ല, സ്ഥലം കോഴിക്കോട്. അനച്ചാര. പേരണ? ആലപ്പുഴ. ഇരിങ്ങാലക്കുട. പിള്ളേര്? ആ ആ. ഉള്ള ആൾക്കാരുണ്ടോ? ഞാനാണ് അവസാനം പോണേ. അയ്യോ, ആയിക്കോട്ടെ. ആഹാ. ഞാൻ അടിമാലില്ല. ആ, ഞാൻ ഇവിടെ മറ്റേ അടിമാലി ഇവിടെ കൂടെ ആദ്യം തന്നെ കേട്ടോ. പേര് തങ്കച്ചൻ. എന്തോ പേര്? തങ്കച്ചൻ. ആ, ഉണ്ട്. തങ്കച്ചൻ 99. ആ, ഓക്കെ. ആ ആ ആ, ശരി. അങ്ങനെ അവസാനത്തെ ആളുകൾ വരെ താഴേക്കിറങ്ങി. ഇനിയിപ്പോൾ മുകളിലേക്ക് കയറുവാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും ഒരു 15 മിനിറ്റ് കൂടി കയറിയെങ്കിൽ മാത്രമേ മലയുടെ ഏറ്റവും മുകളിൽ എത്തുകയുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എങ്കിലും അവരെനിക്കൊരു വാണിംഗ് തന്നിരുന്നു, വളരെ സൂക്ഷിക്കണമെന്ന്. എന്താണെങ്കിലും ഞാൻ മുകളിലേക്ക് കയറുവാൻ തന്നെ തീരുമാനിച്ചു.
അങ്ങനെ ഞാൻ ഈ മലയുടെ മുകൾ ഭാഗത്തെത്തിച്ചേർന്നു. ഇനിയും കുറച്ചു ദൂരം കൂടി അങ്ങോട്ട് പോയെങ്കിൽ മാത്രമേ അവസാനത്തെ കുരിശ് നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ വലിയ കയറ്റം കയറി വന്നത് കൊണ്ടാവാം എനിക്ക് വല്ലാത്ത ക്ഷീണവും ദാഹവും തോന്നി. ഞാൻ ബാഗിൽ കരുതിയിരുന്ന വാട്ടർ ബോട്ടിലെടുത്ത് കുറച്ച് വെള്ളമെല്ലാം കുടിച്ച ശേഷം വീണ്ടും യാത്ര തുടർന്നു. എൻ്റെ ഇടതുഭാഗത്ത് കാണുന്നത് വനമാണ്. ഇനിയും ഈ കയറ്റം കൂടി കയറിയെങ്കിൽ മാത്രമേ നമുക്ക് അവസാനത്തെ കുരിശ് എവിടെയാണെന്ന് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ കയറി വന്ന അത്രയും വലുതല്ലെങ്കിലും ഇതും ഒരു ചെറിയ കയറ്റമാണ്. ഇപ്പോൾ സമയം 3:20 ഇനിയും കുറേ ദൂരം കൂടി യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ചെറിയൊരു കയറ്റമാണ്. ഈ കയറ്റം കയറി കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ കുരിശ് എവിടെയാണെന്ന് കാണുവാൻ സാധിക്കും. ഞാൻ ഇതിനു മുമ്പ് ഇതിൽ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വഴി അല്പം പരിചയക്കുറവുമുണ്ട്. എങ്കിലും ഈ കാണുന്ന വഴിയിൽ കൂടി ഞാൻ അല്പം വേഗതയിൽ തന്നെ നടന്നു. ഇവിടെ ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഴി ഇതാണെന്ന് എനിക്ക് 100% ഉറപ്പായി. ഞാൻ അല്പം വേഗതയിൽ തന്നെ അവസാനത്തെ കുരിശിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ ചെറിയ മൊട്ടക്കുന്നും ഞാൻ കയറി കഴിഞ്ഞു. ഇവിടെ ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും അധികം ദൂരമില്ല എനിക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ. ഇവിടെ ഒരു ഫോറസ്റ്റുകാർ അതിര് തിരിച്ച് ഇവിടെ ജണ്ട സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ജണ്ടയുടെ ഇടതുഭാഗം മുഴുവൻ വനമാണ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും കടുവയുടെയും പുലിയുടെയും എല്ലാം സാന്നിധ്യമുള്ളതായി അടുത്തിടെ ഞാൻ TV വാർത്തകളിൽ നിന്നും പത്രമാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞിരുന്നു. ഞാൻ കയറി പോന്നപ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോയവർ എനിക്ക് ഒരു മുന്നറിയിപ്പ് തന്നിരുന്നു. വളരെയേറെ സൂക്ഷിക്കണം, എപ്പോഴും കെയർഫുള്ളായിരിക്കണം എന്നൊരു വാണിംഗ് അവരെനിക്ക് തന്നിരുന്നു. വീഡിയോ പൂർത്തിയാക്കണം എന്നുള്ള ചിന്തയാൽ ഞാൻ മറ്റൊന്നും ആ സമയത്ത് ആലോചിച്ചിരുന്നില്ല. അതുകൊണ്ട് എന്താണെങ്കിലും വീഡിയോ പൂർത്തിയാക്കാതെ തിരികെ പോവില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇവിടെ ഒരു കുരിശുകൾ കണ്ടു. ഇനി അധികം ദൂരമില്ല, പെട്ടെന്ന് തന്നെ അവിടെ എത്താം. ഇപ്പോൾ സമയം 4 മണിയോട് അടുത്തിരിക്കുന്നു. ഇനി കുറച്ച് ദൂരം കൂടി പോയാൽ മതിയാകും.
വനത്തിൽ നിന്നും എന്തൊക്കെയോ അപശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, മൂന്നാറിൻ്റെ വനപ്രദേശങ്ങൾ മുഴുവനും ഏതു സമയവും അപകടം പതിയിരിക്കുന്ന പ്രദേശങ്ങളാണ്. ഇവിടെ കാട്ടുമൃഗങ്ങൾ, പുലി, കടുവ, കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്ന സ്ഥലമാണ്. ഞാൻ അബദ്ധവശാൽ ഒന്ന് പെട്ടുപോയതാണ്. ഇനിയും ആരും ഈ ഭാഗത്തേക്ക് ഒറ്റയ്ക്ക് വരല്ലേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.